ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആനയിടഞ്ഞപ്പോൾ ജീവൻ മുറുകെ പിടിച്ച ദേവിയുടെ തിടമ്പ് വീഴാതെ ആനയുടെ മുകളിലിരുന്ന കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു. ക്ഷേത്രം സേവാസമിതിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. അതേസമയം ആന ഇടയാൻ കാരണം ലേസർ ലൈറ്റാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന് 3 ആനകളാണ് വട്ടപ്പന്തലിലുണ്ടായിരുന്നത്. ശനിയാഴ്ച രാത്രി 9:45ഓടെയാണ് ഉത്സവ തിടമ്പേറ്റിയ തളിപ്പറമ്പ് ഗണപതി എന്ന ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തെ കൂറ്റൻ നിലവിളക്ക് തട്ടിത്തെറിപ്പിച്ചു. ഗാനമേളയ്ക്കായി കൊണ്ടുവന്ന സൗണ്ട് സിസ്റ്റവും തകർത്തു. വട്ടപ്പന്തലിന്റെ 2 തേക്കിൻകാലുകളും ഇടിച്ചു വീഴ്ത്തി. ആന ഇടഞ്ഞ് നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ദേവിയുടെ തിടമ്പ് വീഴാതെ ജീവൻ മുറുകെ പിടിച്ച് ആനയുടെ മുകളിലിരുന്ന കേശവൻ നമ്പൂതിരിയെയാണ് ഉത്സവ സമാപനത്തിന് ശേഷം ക്ഷേത്രം സേവാസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. അതേസമയം ആന ഇടയാൻ കാരണം ആനയുടെ കണ്ണിലേക്ക് ആരോ ലേസർ ലൈറ്റ് അടിച്ചതുകൊണ്ടാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആനയുടെ കണ്ണിലേക്ക് ലാസർ രശ്മി ആരോ അയച്ചിട്ടാണ് ആന ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആരാണോ അതിൻ്റെ പിന്നിലെന്നോ അതിലെ അറിയാതെ കണ്ട് സംഭവിച്ചു പോയതാണോ എന്നും പറയാൻ വേണ്ടി പറ്റില്ല. വട്ടപ്പന്തലിലെ മുഴുവൻ ഭക്തജനങ്ങളും ഒരുതരം വിഭ്രാന്തിയോട് കൂടിയിട്ടാണ് നിന്നിരുന്നത്. ആനപ്പുറത്തുണ്ടായിരിക്കുന്ന കേശവൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ ആ ചൈതന്യം അദ്ദേഹത്തിലേക്ക് കയറി ചെന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും 3 പ്രാവശ്യമാണ് ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. നമ്മളത് കണ്ടതാ. അദ്ദേഹം ആ വിമ്മുവായിട്ട് ബാക്കിലോട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ തുമ്പിക്കൈ കൊണ്ട് ആനക്ക് പിടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. മാനസികമായിട്ട് ആ സമയത്ത് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വേദന എന്തായാലും കണ്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉത്സവത്തിന്റെ അവസാന ദിവസമായതിനാൽ വലിയ ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആനയെ തളച്ചതിനു ശേഷം പകരം ശിരസിൽ തിടമ്പേറ്റിയാണ് എഴുന്നള്ളത്ത് പാപ്പിനിശ്ശേരിയിലേക്ക് പോയത്. സേവാസമിതി പ്രസിഡന്റ് MV വത്സലൻ, സെക്രട്ടറി MK നാരായണൻകുട്ടി, ട്രഷറർ CK സുമേഷ് തുടങ്ങിയവർ ആദരവിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.